ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ നമ്മൾ KSRTCയുടെ മലങ്കര ഡാം, ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ എന്നീ ലൊക്കേഷൻസ് കവർ ചെയ്യുന്ന പാക്കേജാണ് എടുത്തിട്ടുള്ളത്. ഇത്തവണത്തെ നമ്മുടെ ട്രിപ്പിൽ കൂടുതൽ ആൾക്കാരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയിൽ ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. ബസ്സിൽ നമ്മൾ പാട്ട് പാടിയും ഗെയിംസ് കളിച്ചും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. രാവിലത്തെ ഭക്ഷണം നമ്മൾ ഹോട്ടൽ ആനന്ദഭവൻ എന്നാണ് കഴിച്ചത്. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. വളരെ നല്ല ഫുഡായിരുന്നു. ഇഡ്ഡലിയും ദോശയും കാപ്പിയും എല്ലാം നല്ലതായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യത്തെ സ്പോട്ട് വരുന്നത് മലങ്കര ഡാമാണ്. മൂവാറ്റുപുഴ നദിക്ക് കുറുകെ ജലസേചന ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ച ഒരു ഗ്രാവിറ്റി ഡാമാണ് മലങ്കര ഡാം. മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള വെള്ളം ഉപയോഗപ്പെടുത്തുന്നതിനാണ് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെയും KSEBയുടെയും കീഴിലാണ് ഈ പദ്ധതി നടത്തുന്നത്. വെള്ളം ചേർത്തല വരെ പോകും. 5 ജില്ലയിലെ കുടിവെള്ളം ഇത്. ആ 5 ജില്ലയിലെ കുടിവെള്ളം ഇന്നലെ ഈ ഡാമിൽ മിനിഞ്ഞാന്ന് ഈ ഡാമിന് ഫുള്ളായിരുന്നു. കാരണം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ മുല്ലപ്പെരിയാർ തുറന്നു. മുല്ലപ്പെരിയാർ തുറന്നാൽ ഇടുക്കിയിലെ ജലനിരപ്പ് ഉയരും. ഇവിടെ പവർ ഹൗസ് എല്ലാം വർക്ക് ചെയ്യും. വെള്ളം ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ ഭൂമിക്കടിയിൽ 3 പവർ ഹൗസ് ഉണ്ട്. ഭൂമിക്കടിയിലെ പവർ ഹൗസ് കാണാൻ പറ്റില്ല. വെള്ളം താഴെ നിന്ന് തള്ളിപ്പോയി. ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ ഒരു പുഴ കണ്ടില്ലേ? ആ പുഴയിലൂടെ പോകുന്ന വെള്ളം മുഴുവനും ഇവിടുന്ന്. ഡാം കാണാൻ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ബസ്സിൽ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. വർഷം മുഴുവനും വിനോദസഞ്ചാരികൾക്കായിട്ട് തുറന്നിരിക്കുന്ന ഒരു അണക്കെട്ടാണിത്. ഡാമിനടുത്തായിട്ട് കുട്ടികൾക്കായിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം നടന്നു. ഡാമിൽ ശക്തിയായിട്ട് വെള്ളം വീഴുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര തിരിച്ചു. ആനവണ്ടി മല കയറി വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. എങ്ങോട്ട് നോക്കിയാലും മല, 4 വശവും മലനിരകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ താഴ്വാരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ എൻട്രി ഫീസ് പേ ചെയ്തിട്ട് ജീപ്പിന് ക്യൂ നിന്നിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. നമുക്കുള്ള ജീപ്പ് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ദൂരമൊന്നുമില്ല മേലേക്ക് പോകാനായിട്ട്. കുറച്ച് ദൂരം നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്ത് നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് കയറാനായിട്ടുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മൾ നടന്നിട്ട് വേണം ഇനി പോകാനായിട്ട്. യാത്രക്കാർക്ക് മുകളിലേക്ക് നടന്നു പോകാനായിട്ടുള്ള വഴിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ചെറിയ ബെഞ്ചുകളും ചെറിയ കൈവരികളും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കാലത്തിനുള്ളിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഈസി ആയിട്ട് മേലേക്ക് കയറി പോകാനായിട്ട് വരുന്ന യാത്രക്കാർക്ക് പറ്റുന്നതായിരിക്കും. നമ്മൾ എത്തിയത് ഉച്ചയോടടുത്ത സമയമാണെന്നുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കോടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ഇല്ലിക്കൽ കല്ല് കാണാത്ത വിധം കോട കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കോട നീങ്ങിയത്. വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഇപ്പോഴും നിർമ്മാണം നടക്കുന്നതിനാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനാൽ നമുക്ക് കൃത്യമായിട്ടൊരു വഴി അവിടെ ഉണ്ടായിരുന്നില്ല. കല്ലുകളും മണ്ണൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കയറിയത്. പലയിടത്തും അപകട സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിച്ച് നടക്കാൻ എല്ലാവരോടും അവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ മുകളിലെത്തി. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും ആയിരുന്നു, നല്ല കാറ്റും. കുറച്ച് നേരം നമ്മൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഇറങ്ങുകയാണ്. കയറുന്നതിനേക്കാളും കുറച്ചും കൂടെ കഷ്ടമായിരുന്നു ഇറങ്ങുക എന്നുള്ളത്. അതിനകം തന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റിലാണ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്നത്. ഇത്രയും ഹൈ റേഞ്ച് ആയിട്ടുള്ള സ്ഥലത്ത് ഇത്ര നല്ല ഫുഡ് കിട്ടുമെന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. അടുത്തായി നമ്മൾ ഈ വെച്ച് പിടിക്കുന്നത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. അവിടെ നമ്മൾ നമുക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ജീപ്പിൻ്റെ ഓണേഴ്സിൽ നിന്ന് കോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം അവിടെ എത്തിയിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്തു. നമ്മൾ ഫസ്റ്റ് അവർ കൊണ്ടുപോയത് മുനിയറ കാണിക്കാനായിട്ടാണ്. അത് വല്ലാത്തൊരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇലവീഴ പൂഞ്ചിറയിൽ നമുക്ക് കിട്ടിയ ജീപ്പ് ഇതാണ്. ഫ്രണ്ട് സീറ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്.
നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് മുനിയറയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങോട്ടുള്ള വഴിയിൽ ആദ്യം കുറച്ച് നല്ല റോഡാണെങ്കിലും പിന്നീട് ഓഫ് റോഡായിരുന്നു. ആദ്യത്തെ ആ ഒരു വെള്ളത്തിലൂടെ ജീപ്പ് ഇറങ്ങി കയറുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്ന സ്പോട്ടും നല്ല സ്പോട്ടായിരുന്നു. അവിടെ നമ്മൾ ജീപ്പ് നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ടാണ് മുനിയറ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ മുനിയറകൾക്ക് പ്രശസ്തമായിട്ടുള്ള സ്ഥലം മറയൂരാണ്. ഇവ പഴയ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ അവശേഷിപ്പാണെന്നത് മുതൽ ഗോത്രപ്രമുഖരുടെ ഓർമ്മ കല്ലറകളാണെന്ന് വരെ വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുനിയറകൾ ഇന്ന് സംരക്ഷണമില്ലാതെ നശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മുനികൾ താമസിച്ചിരുന്ന ഇടമാണെന്ന് കൂടി മുനിയറകളെ പറ്റിയിട്ട് പണ്ടുള്ളവർ പറയുന്നുണ്ട്. മുനിയറകൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങളാണെന്നും അല്ലെന്നും മൃതദേഹങ്ങൾ നേരിട്ട് സംസ്കരിക്കുന്ന സ്ഥലങ്ങളല്ല, സംസ്കാരം കഴിഞ്ഞ ശേഷം അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന രണ്ടാം ഘട്ട സ്മൃതി കുടീരങ്ങളാണെന്നും എല്ലാം വാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. മറയൂരിൽ നമ്മൾ കാണാറുള്ള മുനിയറകൾ 5 കല്ലുകൾ കൊണ്ടാണ് നിർമ്മിക്കുക. പരന്ന കൂടക്കല്ലിന് താഴെയായിട്ട് 4 പാറകൾ കൊണ്ട് താങ്ങി നിർത്തുന്ന രീതിയിലാണ് അവിടെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് കുഴി പോലെയുള്ളൊരു സംവിധാനമാണ്. മഴ പെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, ഈ മുനിയറയുടെ ഉള്ളിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു ഗുഹ പോലെയുള്ളൊരു മുനിയറയാണിത്. നമ്മൾ അതുകൂടെ നടന്നു നോക്കി കുറച്ച് ദൂരം, ഏതാണ്ട് കാൽമുട്ടോളം നമുക്ക് വെള്ളത്തിൽ മുങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും വേറിട്ടൊരു അനുഭവം നമുക്ക് നൽകാനായിട്ട് ഇവിടെ മുനിയറയ്ക്ക് സാധിച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള ഇലവീഴ പൂഞ്ചിറ തടാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ യാത്രയിൽ നമുക്ക് ചെറിയൊരു നിരാശ തോന്നിയ സ്പോട്ടാണ് ഇലവീഴ പൂഞ്ചിറ തടാകം. നമുക്ക് 2 പേർക്കും അത്ര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യാത്തൊരു സ്പോട്ടായിരുന്നു അത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് തിരിച്ചു. ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിൻ്റാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ 1 ഡേ ട്രിപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ചധികം ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ടായിരുന്നു. നടക്കാനുള്ള വഴി നല്ല രസമുള്ള കല്ല് പതിച്ച വഴികളായിരുന്നു. സൗബിൻ നായകനായിട്ടുള്ള ഇലവീഴ പൂഞ്ചിറ മൂവിന് സെറ്റിട്ടുള്ളതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇലവീഴ പൂഞ്ചിറ മൂവിയുടെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ഈ ഒരു ഏരിയയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയ സമയത്തുള്ള വെതർ നല്ല അടിപൊളി വെതറായിരുന്നു. നമ്മൾ നിൽക്കുന്ന മലയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സൈഡിലുള്ള മലയിൽ വെയിലും വേറൊരു സൈഡിലുള്ള മലയിൽ മഴ പെയ്യുന്നതായിട്ടും വേറൊരു സൈഡിലുള്ള മലയിൽ മഞ്ഞ് കോട കൊണ്ട് മൂടിയതായിട്ടും നമുക്ക് കാണാമായിരുന്നു. നമ്മൾ വ്യൂ പോയിന്റിൽ നിൽക്കുന്ന സമയത്തും ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതിനെ അത്ര ബാധിക്കാത്ത തരത്തിലാവുകൊണ്ട് നമ്മുടെ ട്രിപ്പിനെ അത് ബാധിച്ചില്ല. നമ്മുടെ ഈ 1 ഡേ ട്രിപ്പിൽ ലാസ്റ്റ് സ്പോട്ടും കവർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ എല്ലാ യാത്രക്കാരും അവരുടെ അന്നേ ദിവസത്തെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഷെയർ ചെയ്തു. ഞങ്ങൾ കടന്നു പോകുന്നു. KSRTCയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഡത്തിനും ഡ്രൈവർമാർക്കൊക്കെ നമ്മളോടുള്ള സമയം. പാലക്കാട് എത്താൻ നേരം വൈകും എന്നുള്ളതുകൊണ്ട് നമ്മൾ വഴിയിൽ നിന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും പാലക്കാട്ടേക്കുള്ള യാത്ര തുടർന്നു.